പുട്ട് കേരളത്തിൻ്റെ ഒരു സ്വന്തം ഭക്ഷണമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും പുട്ട് ആരും ഉണ്ടാക്കണില്ല. അപ്പോൾ കണ്ടില്ല, നല്ല ആവി പറക്കുന്ന പുട്ട് മലയാളികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊതി വരും. അപ്പോൾ ഒരു ഉണക്കത്തേങ്ങ ഒരെണ്ണം പൊളിച്ചു കൊടുക്കണം. അപ്പോൾ സബിത അവിടെ അരിപ്പൊടിയൊക്കെ ഒന്ന് കുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊക്കെ കൂടുതലും കടകളിൽ നിന്നും മേടിക്കുന്ന അരിപ്പൊടിയാണ്. അപ്പോൾ അതിലെഴുതിയിട്ടുണ്ടാവും ഇത്ര വെള്ളം ചേർക്കാമെന്ന്. അപ്പോൾ പൊടി ഒന്ന് നനച്ചതിന് ശേഷമാണ് ഇതൊക്കെ. അപ്പോഴേക്കും ഞാൻ ഇത് പൊളിച്ചങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. പണ്ടൊക്കെ നെല്ലല്ല അരി, പച്ചരി വെള്ളത്തിൽ കുതിർത്തിടും ഒരു 2 മണിക്കൂർ. അതിന് ശേഷം ഉരലിലിട്ട് ഒലക്ക കൊണ്ട് കുത്തി പൊടിച്ചിട്ടാണ് എടുക്കുക. ഇന്നിപ്പോൾ മെഷീനറികളായി സുഖമായിട്ട് പുട്ടുണ്ടാക്കാൻ എളുപ്പമാണ്. പച്ചരി വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. കടകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു കിലോയ്ക്ക് 60-70 രൂപ റേറ്റ്. അപ്പോൾ MRP ഒക്കെ 90 ഉണ്ടാവും. ഞാനൊക്കെ എന്ത് വെറും 70 രൂപയ്ക്കാണ്. അപ്പോൾ ആവശ്യക്കാരെ എൻ്റെ കടയിലേക്ക് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ചേമ്പലയിലാണ് നാളികേരം ചിരണ്ടുന്നത്. കാരണം എണ്ണയൊന്നും തീരെ പിടിക്കില്ല. ഈ നാളികേരം വേണമെങ്കിൽ നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിക്കുക. അതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ട് ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും. ഉരുക്ക് വെളിച്ചെണ്ണ കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ പുട്ടുകടയിൽ കണ്ടോ, ആദ്യം തന്നെ കുറച്ച് ചുരണ്ടിയ നാളികേരം ഇടുക. അതിന് ശേഷം അരിപ്പൊടി, നനച്ച അരിപ്പൊടിയില്ല അത്. അതിന് ശേഷം വീണ്ടും അങ്ങനെ ഒരു 2-3 ലെയർ ഈ കുമ്പത്തിലിട്ട് വേണം. അതിന് ശേഷമാണ് വേവിക്കുക. കണ്ടില്ലേ? അപ്പോൾ ഒരു ചിരട്ട വെച്ച് മൂടി വയ്ക്കണ്. ആവി വരുമ്പോൾ അപ്പോൾ നമുക്ക് ആ ഹോളിൽ കൂടെ പോകുന്നത് കാണാം. അപ്പം നല്ല മൈസൂർ പൂവൻ, തൃശ്ശൂർ ജില്ലയിലൊക്കെ പാളയംകോടൻ, അവൻ പഴുത്ത് കിടപ്പുണ്ട്. പാളയംകോടൻ്റെ പ്രത്യേകത്തിന് ഒരു പുളി മധുരം. അപ്പോൾ പുട്ടിനും ബെസ്റ്റ് സാധനമാണ് അവൻ. അപ്പോൾ ഒരു 5-10 മിനിറ്റിനുള്ളിൽ പുട്ട് റെഡിയാവും. കണ്ടോ, ആവി വന്നു. അപ്പോൾ കാലത്ത് നേരം പുട്ട് കഴിക്കുന്നത് നല്ലത്. കാരണം ഈ കഞ്ഞി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി ആദ്യം തന്നെ നെല്ല് പുഴുങ്ങിയിട്ട് വെയിലത്തിട്ട് ഉണക്കും. അതിനുശേഷം മെല്ലി കൊണ്ടായിട്ട് കുത്തി കൊണ്ടുവന്നിട്ട് ആദ്യം അരിയൊക്കെ കഴുകി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം മുഴുവൻ ഊറ്റി കളയും. അതായത് കഞ്ഞി വെള്ളം, അരി വെന്ത വെള്ളം അതൊക്കെ കളഞ്ഞതിന് ശേഷം ഉണ്ടാക്കുക. അപ്പോൾ പുട്ട് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, വെറുതെ പച്ചരി പൊടിപ്പിച്ചിട്ട് കൊണ്ടിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഒരു തരി വിറ്റാമിൻ പോലും നഷ്ടപ്പെടില്ല. അടിപൊളി ഭക്ഷണമാണ്. ചോറ് കൊണ്ടിട്ട് കാര്യമില്ല. ചോറ് എന്താണ്, ഒരു വശം ആ നെല്ല് പുഴുങ്ങി അതിൻ്റെ വിറ്റാമിൻ കളഞ്ഞു. അതിനുശേഷം വെള്ളത്തിലിട്ട് അരി വേവിച്ച് അത് ഊറ്റി കളഞ്ഞിട്ടാണ് ചോറ് എടുക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യം നെല്ലിൻ്റെ അരിയുടെ എല്ലാ പോഷകങ്ങളും കളഞ്ഞതിന് ശേഷമാണ് മലയാളി ഭക്ഷണം കഴിക്കുന്നത്. അതേസമയം മറ്റുള്ള സംസ്ഥാനങ്ങളിലൊന്നും വെള്ളം കളയില്ല. ബിരിയാണി ഉണ്ടാക്കണ പോലെയാണ്. ഒരു കപ്പ് അരി എടുക്കുക, ഒരു 2.5 കപ്പ് വെള്ളം ഒഴിക്കും, എന്നിട്ട് വറ്റിച്ചെടുക്കണം. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ചോറ് വെച്ച് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം, അതായത് റൈസ് സൂപ്പ് അതൊക്കെ കളഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നത്. അപ്പോൾ റോബസ്റ്റ് പഴമുണ്ട്, മൈസൂർ പൂവനുണ്ട്. അപ്പോൾ റോബസ്റ്റ് എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കട്ടെ. അപ്പം നിങ്ങൾ പുട്ട് കാലത്ത് ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. അതാണ് കൂടുതലും നല്ലത്. നല്ല ഊർജം കിട്ടും. അപ്പം ഇനി പുട്ടുണ്ടാക്കാൻ അറിയാത്തവർക്ക് എൻ്റെ ഫോണിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി, എങ്ങനെയാണ് പുട്ടുണ്ടാവുക ചേട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അങ്ങോട്ട് പറഞ്ഞുതരാം. എന്ത് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് എനിക്കറിയാം. പിന്നെ ഭാര്യ സബിത ഉള്ളതുകൊണ്ട്